മാർക്കോയുടെയും ബറോസിൻ്റെയും ഏറ്റവും പുത്തൻ അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലേക്ക് വരാൻ അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബറോസ് 4ാമത്തെ ദിവസം ഫിനിഷ് ചെയ്യാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ ചിത്രത്തിന്റെ 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനെ കുറിച്ച് നമുക്ക് പറയാതെ വയ്യല്ലോ. 3ാം ദിവസമായ ഇന്നലെ ചിത്രത്തിന് കേരളത്തിൽ നിന്നും നേടാൻ സാധിച്ചത് 1 കോടിയോളം രൂപയായിരുന്നു. ചിത്രം അറിയാലോ 3D ആയിരുന്നു. 3D ചാർജ് ഉൾപ്പെടെയാണ് ചിത്രത്തിന്റെ 1 കോടിയിൽ ഇന്നലെ 3ാമത്തെ ദിവസം എത്തിപ്പിടിക്കാൻ സാധിച്ചത്. എന്നാൽ 4ാം ദിവസമായ ഇന്ന് ശനിയാഴ്ച ബോക്സ് ഓഫീസിലും വലിയ ഓളം ഉണ്ടാക്കാൻ ബറോസ് എന്ന ചിത്രത്തിന് സാധിച്ചിട്ടില്ല. ഈ ഒരു സമയത്ത് ചിത്രത്തിന്റെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം എടുത്തു നോക്കുമ്പോൾ 1400ഓളം ടിക്കറ്റ്സുകളാണ് പെർ അവറിൽ സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓർക്കുക, വീക്കെൻഡ് ആണ്. ബറോസ് എന്ന് പറയുന്ന ലാലേട്ടന്റെ ബ്രഹ്മാണ്ഡ സിനിമയ്ക്ക് ക്രിസ്മസ് വെക്കേഷന്റെ വീക്കെൻഡിൽ ഇജാദ് ബുക്കിംഗ് ഒക്കെ കണ്ടാൽ മതിയോ. വേറെ ലെവൽ, വേറെ മാതിരി ബുക്കിംഗ് എല്ലാം കാണേണ്ടതായിരുന്നു. 4ാം ദിവസമായ ഇന്ന് ശനിയാഴ്ചയും 3D ചാർജ് ഉൾപ്പെടെ ചിത്രം 1 CR ടച്ച് ചെയ്താൽ ഭാഗ്യം എന്ന് പറയാം. 4 ദിവസത്തെ ചിത്രത്തിന്റെ കേരള കളക്ഷൻ 7 CRലേക്കും 4 ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 13 CRലേക്കും എത്തപ്പെടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മാർക്കോ കളക്ഷൻ പീക്ക് ലെവലിലേക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ചിത്രത്തിന്റെ ഹിന്ദി വെർഷന്റെ GCC റിലീസ് ജനുവരി 1-ാം തീയതി തിയേറ്ററിൽ എത്തുമെന്നുള്ള കാര്യം ഉണ്ണി മുകുന്ദൻ FBയിലൂടെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇതാ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും ബിഗ് അപ്ഡേറ്റ് ആണ് മാർക്കോ എന്ന ചിത്രത്തെ തേടി എത്തിയിരിക്കുന്നത്. ചിത്രത്തിന് ഇന്ന് 9ാമത്തെ ദിവസം ഹിന്ദി വെർഷൻ മാത്രം 50 ലക്ഷത്തിന്റെ കളക്ഷൻ നേടുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വേറെ ലെവൽ, വേറെ മാതിരി വേട്ടയാണ് ബോളിവുഡിൽ നടക്കുന്നത്. മലയാളത്തിലെ ഒരു നായകൻ അങ്ങ് ബോളിവുഡിൽ പോയിട്ട് ഇത്രയും വലിയ തരംഗങ്ങളെല്ലാം തീർക്കുന്ന സമയത്ത് മലയാള സിനിമയുടെ അങ്ങ് ഹിന്ദിക്കാരും കണ്ട് വായ് പൊളിക്കട്ടെ. അത്തരത്തിലുള്ള ഒരു വേട്ട ഹിന്ദിയിൽ മാർക്കോ എന്ന ചിത്രത്തിന് വരും ദിവസങ്ങളിൽ ഇനിയും വലിയ കളക്ഷൻ ലെവലിലേക്ക് അവിടെ സഞ്ചരിക്കാൻ സാധിക്കട്ടെ. 8ാം ദിവസമായ ഇന്നലെ ഹിന്ദി വെർഷന് 25 ലക്ഷത്തോളം രൂപ നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് 50 ലക്ഷത്തോളം നേടാൻ ചിത്രത്തിന് സാധിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഹിന്ദിയിൽ ഈ ഒരു സിനിമ വലിയ ട്രെൻഡിലേക്ക് നീങ്ങുന്നു എന്നുള്ള സൂചന തന്നെയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നാളെ ഞായറാഴ്ച ചിത്രം ഒരു കൊലത്തൂക്ക് തന്നെ ഹിന്ദി വേർഷൻ നടത്തുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഓക്കെ, ബൈ.